പഠിപ്പികൾക്ക് മാത്രമാണോ CMA USA? ഇപ്പോൾ എനിക്കായാലും റിയോക്കായാലും 10ാം ക്ലാസ്സിൽ A+ ഇല്ല, +2 A+ ഇല്ല. ഡിഗ്രിയിൽ ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നു, ഇവന് ഡിഗ്രി പഠിക്കാതെ ഉഴപ്പി നടന്നിട്ട് പിന്നീട് വന്നു. എനിക്ക് ഡിഗ്രി യൂഷ്വലി എല്ലാവരും കോളേജ് ലൈഫൊക്കെ പോലെ എൻജോയ് ചെയ്തു, സപ്ലി കോഴ്സൊക്കെ ചെയ്തു. അങ്ങനെ മെല്ലെ ടേണിംഗ് പോയിന്റ് എവിടെയോ ഒരു സുപ്രഭാതത്തിൽ പഠിക്കണം തോന്നിയിട്ട് വന്ന ആളാണ്. ഇവനും ഒരു +2 കഴിഞ്ഞിട്ട് 3 വർഷം, ടോട്ടൽ 5 ഇയേഴ്സ് അല്ലേ, 10ാം ക്ലാസ് ഓൺവേർഡ്സ് ഒരു ഷോപ്പിലൊക്കെ നിന്നു, ജോലിയൊക്കെ ചെയ്ത് അവിടുന്ന് ഒരു എന്താ പറയാ തലക്കാപ്പിൾ വീണപ്പോൾ വന്ന ആളാണ്. എനിക്ക് ഫ്രണ്ട്സിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അന്നേരം അറിഞ്ഞൂടാ. ഞാൻ പാസ്സായി. അതായത് നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാവാൻ പറ്റും. അതുപോലെ തന്നെ ലാംഗ്വേജ് വലിയ ഇഷ്യൂ ആണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു എക്സാജറേറ്റിംഗ് എലമെന്റ് ആയിട്ട് തോന്നാം, പക്ഷെ സത്യമാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇവനെ 1 ഇയർ പഠിപ്പിച്ച ആളാണ്, മെജോറിറ്റി സെഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടേക്ക് ഇവൻ്റെ നോട്ട്സൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, സിമ്പിൾ ആയിട്ടുള്ള സാധനത്തിനൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളൊരു സത്യം നിങ്ങൾ കാണണം കേട്ടോ.